അപ്പം നമ്മളിന്ന് പോണത് കുടുക്കത്ത് പാറയിലാണ്. അപ്പോൾ പോണതിന് മുമ്പ് നമ്മൾ ദാഹം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോണ വഴിക്കാനൊക്കെ അറിയുന്ന ഒരു ഷോപ്പിൽ കയറി നമ്മളിതാ ഇപ്പോൾ ഒരു സർബത്ത് എന്ന് പറയുന്ന ഒരു ഐറ്റം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അത് കുടിക്കുകയാണ്. എത്ര വർഷത്തെ പഴക്കമുള്ള ഷോപ്പ് എന്നൊക്കെയാണ് ഒക്കെ പറഞ്ഞത്, ഭയങ്കര ഫേമസ് ഒക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോവുകയാണ്. പോയി പകുതിയൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഇരിക്കാൻ പോയി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇറങ്ങിയൊക്കെ ഇങ്ങനെ നിന്ന് പോണ സ്പോട്ടൊക്കെ സൂപ്പറായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ മലയുടെ ആ ഭാഗത്താണ് നമ്മൾ പോണത്. അപ്പം അങ്ങനെ എത്തി. അപ്പോൾ ഇത് കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ ആനക്കുളം എന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഫീ എന്ന് പറയുമ്പോൾ 75 രൂപയാണ് നമുക്ക് വന്നത്. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കിത് നമ്മളെ പേരും ഫോൺ നമ്പരും ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നതെന്നും പറഞ്ഞ് ക്യാഷും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് എൻ്റർ ആവാം. അപ്പം ഈ ഒരു കാട്ടിൻ്റെ അകത്തൂടെയുള്ള യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. എനിക്കാണ് ഈ കാടും ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വരുന്ന വഴി ഫുള്ള് ഓഫ് റോഡാണ്. അപ്പം നല്ല പാടാണ്. ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയത് തന്നെ. ഇത് ഈ കാണുന്ന പാറയില്ലേ, ഇതിന് മുമ്പ് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ട്രെയിൻ പാറ എന്നായിരുന്നു. ഇപ്പം അതിന് ഫ്രണ്ടിലത്തെ ആ ചെറിയ കല്ലക്കളായി പോയതിനു ശേഷം ഇപ്പം തിമിംഗലം പാറ എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള 2 ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. 840 അടി ഉയരത്തിലാണ് കുടുക്കത്ത് പാറ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ 360 പടികളാണ് ഇവിടെ ഉള്ളത്. ആ സ്റ്റെപ്പുകളെല്ലാം കയറി വേണം നമുക്ക് മുകളിലോട്ട് എത്താനായിട്ട്. അയ്യോ ഇനിയും ഉണ്ട്. ഞാൻ ഇപ്പം തന്നെ ചത്ത് ഇവിടെ ഇരിക്കുക ഇച്ചിരി വരെ. അയ്യോ വിചാരിച്ച കണക്കൊന്നുമല്ല, നല്ല പാടുണ്ട്. പിന്നെ വയസ്സ് എന്നവർക്കൊക്കെ ഒരു വിചാരം കാണും എനിക്കിതിൻ്റെ മുകളിലൊന്നും കയറാൻ പറ്റത്തില്ല. പക്ഷെ കയറാൻ പറ്റും. കാരണമെന്ന് പറയുമ്പോൾ നമുക്കത് ഇതുപോലെയൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് അവിടെ ഇരിക്കുകയും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് പയ്യൊക്കെ കയറി പോയാൽ മതി. അപ്പം നമുക്ക് ഓക്കെ ആവും. പിന്നെ ഇപ്പം നമ്മൾ കഴിച്ചിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് കയറി പോവുകയാണ്. എനിക്കിത് ഇതുപോലൊരു പാറ ഉണ്ടായിരുന്നു. എൻ്റെ മോനിക്ക് ഇത് കണ്ടിട്ട് ശരിക്കും നല്ല പേടിയായി. പിന്നെ അവനെ എടുത്തോണ്ടാണ് ആ വഴി കയറിയത്. അവൻ നല്ല കൂളായിട്ടാണ് കയറിയൊക്കെ വന്നത്. എന്നാലും എൻ്റെ അണപ്പ് നല്ലതുപോലെ കേൾക്കാൻ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരിക്കും പിന്നെ എനിക്കിത്ര വയ്യായികയായിട്ട് തോന്നിയത്. അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങൾ കാണാനും പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ കാടുകളും മലകളൊക്കെ കയറാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം തന്നെ ഇക്കടുത്ത് പറഞ്ഞു പോകണമെന്നും. കണ്ട ഇനിയും കയറണം. അങ്ങനെ ഫൈനലി ഞങ്ങൾ മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിലെത്തിയപ്പോൾ ശരിക്കും പറയാനല്ല, കുറച്ച് ഈ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് തണലൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നിൽക്കാം. പക്ഷേ ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് മുകളിൽ കയറിയത്. അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. നല്ല നമുക്ക് ആ വെയിലൊന്നും നമുക്ക് മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല കാടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏതോ വീഡിയോ ഞാൻ കണ്ട് ജഡായിപ്പാറ കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഞങ്ങൾ ഒരുപാട് നോക്കി, അവിടെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. നമ്മളൊരു 12:30-1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മുകളിലെത്തി. പിന്നെ അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ താഴോട്ടിറങ്ങി. ശരിക്കും പറയാമല്ലോ, താഴോട്ടിറങ്ങാൻ ഒരു പാടും ഇല്ലായിരുന്നു. തിരിച്ചിറങ്ങാൻ നമുക്ക് പാടില്ല, പക്ഷേ കയറി പോകാനാണ് ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ താഴോട്ടിറങ്ങി. അങ്ങനെ നമ്മൾ പോവുകയാണ്. പോണ വഴിക്ക് കുരങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.